ഓൺലൈൻ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. 2020 മെയ് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന വിലയേറിയ കൃപകൾക്കായും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഇന്നത്തെ ആരാധന ദൈവനാമ മഹത്വത്തിന് പൂർണ്ണമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെ നമ്മെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ ഇത്രത്തോളം നടത്തി ഇത്രത്തോളം പരിപാലിച്ചു എന്ന് ഒന്നുകൂടെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് എൻ്റെ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. 2020 ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ ഞങ്ങൾക്ക് കർത്താവെ അനേക പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നല്ലോ. അതിൻ്റെ നടുവിലൊക്കെ ഞങ്ങളെ ഇന്നയോളം നടത്തുകയും നിർത്തുകയും ചെയ്ത കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഒരു മഹാമാരി കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് കർത്താവെ ഞങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി ആശ്വാസം കാണുവാൻ, ബലം പ്രാപിപ്പാൻ തന്ന വിലയേറിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളെക്കാൾ യോഗ്യതയുള്ളവർ, ആരോഗ്യമുള്ളവർ, കഴിവുള്ളവർ അനേകർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ 5-ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലും ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്നെ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ ആയിരുന്ന സാഹചര്യങ്ങൾ, ജോലി ചെയ്ത മേഖലകളിൽ, പോയ വഴികളിലൊക്കെ കാത്ത കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൽ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ എന്ന് പറഞ്ഞതുപോലെ അത് ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തന്നെ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന ശ്രവിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഏവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവെ, ആരാധന അവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, ബലം പ്രാപിപ്പാൻ, ദൈവകൃപ പ്രാപിപ്പാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വേദനയോടോ പ്രയാസത്തോടോ ഭാരത്തോടോ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ ഈ രാത്രി കർത്താവെ അങ്ങ് ഇടപെടുന്ന രാത്രിയായി തീരുവാൻ, അങ്ങ് അവരോട് സംസാരിക്കുന്ന രാത്രിയായി തീരുവാൻ, അങ്ങ് അവരെ തൊടുന്ന രാത്രിയായി തീരുവാൻ, അവർ ബലവും ശക്തിയും പ്രാപിക്കുന്ന രാത്രിയായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെല്ലാവരെയും കർത്താവെ അങ്ങയുടെ സന്നിധി ബോധത്തോടായിരിക്കുന്ന സ്ഥാനങ്ങളിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടേതായിരിക്കുന്ന കർത്താവെ മഹത്വം ദർശിച്ചുകൊണ്ട് ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ വന്നാട്ട് എല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ട് ഞങ്ങൾ പാടുന്ന പാട്ടുകളിൽ കൂടെ, ഞങ്ങൾ കേൾക്കുന്ന വചനത്തിൽ കൂടെ, ഞങ്ങൾ ചിന്തിക്കുന്ന വചനത്തിൽ കൂടെ, ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അഭയാചന കഴിക്കുമ്പോഴൊക്കെ അങ്ങയുടെ നാമത്തിൽ കൂടെ മഹത്വം കൊടുപ്പാൻ സഹായിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. സുവിശേഷ ഗാനാവലിൽ 121 54 ഗീതങ്ങൾ. 121 ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ. 54-ാമത്തെ ഗീതം കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി. Oh
സകല മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. ബലവാനേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. മൃതിരഹിത നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. അടിയാക്കായി ക്രൂശേറ്റവനെ അനുഗ്രഹിച്ചിടണമേ. ദൈവമേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. ബലവാനേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. മൃതിരഹിത നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. അടിയാർക്കായി ക്രൂശേറ്റവനെ അനുഗ്രഹിച്ചിടണമേ. ദൈവമേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. ബലവാനേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. മൃതരഹിത നീ പരിശുദ്ധൻ. ഹല്ലേലൂയ. അടിയാർക്കായി ക്രൂശേറ്റവനെ അനുഗ്രഹിച്ചിടണമേ. കർത്താവേ അനുഗ്രഹിക്ക. ഹല്ലേലൂയ. ദയവായി നീ അനുഗ്രഹിക്ക. ഹല്ലേലൂയ. പ്രാർത്ഥനയാചന കൈക്കൊണ്ട് അനുഗ്രഹിച്ചിടണമേ. ദൈവമേ സ്തുതി നിനക്ക്. ഹല്ലേലൂയ. സൃഷ്ടാവേ സ്തുതി നിനക്ക്. ഹല്ലേലൂയ. പാപികളിൽ കനിയും മശിഹ രാജാവേ സ്തുതി നിനക്കെന്നേക്കും. സ്വർലോകത്തിലിരുന്നരുളും ദേവാ ഞങ്ങളുടെ ദാതാ. നിൻ തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടണമേ. നിന്നോട് തിരുരക്തത്താൽ
നിറഞ്ഞിരിക്കുന്നതുമായ അങ്ങയുടെ രശ്മികളാൽ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചോടെ എഴുന്നുള്ള അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ കർത്തൃത്വന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശി, ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായ മശിയായ അങ്ങയുടെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. 51-ാം സങ്കീർത്തനം, അനുതാപത്തിന്റെ പ്രാർത്ഥന. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് സോപ്പോൾ എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാവങ്ങളെ കാണാതെ നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികളിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അതിരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തന്നിരിക്കുന്ന മനസ്സ് തകർന്നു മുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും സാധിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. അനുതാപ പ്രാർത്ഥന ഒന്നാമത്തത്. സർവശക്തനും നിത്യനുമായ പിതാവാം ദൈവമേ, അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് പ്രകാശവും ബലഹീനർക്ക് ശക്തിയും പാപത്തിൽ വീഴുന്നവർക്ക് ഏകാശ്രയവും അങ്ങ് മാത്രമാകുന്നു. ബഹുലങ്ങളും നീചങ്ങളുമായ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നതിന് നൽകിയ ഈ അവസരത്തിനായി അങ്ങേക്ക് സ്തുതി. അനുതാപ ഹൃദയത്തോട് അങ്ങിലേക്ക് ചേർന്ന് വരുന്ന ഏവരെയും അങ്ങ് സ്വീകരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ തൃക്കാരുണ്യത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്നുള്ള ദൃഢവിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ മശിയാ നിമിത്തം ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു.
വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. 103-ാം സങ്കീർത്തനത്തിൽ നിന്നും: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു, അവന്റെയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പൊതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും വസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം ഇനി അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. മനമേ യഹോവയെ വാഴ്ത്തുക, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും കുറ്റക്കാരുമായ ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല പ്രത്യാശയുണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം അങ്ങേക്ക് കയറ്റുകയും അങ്ങയുടെ മഹത്വത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധാത്മാവിനോടുകൂടെ യേശുവിശേഷനാം ദൈവമേ, പിതാവിന്റെ പുത്രനും ലോകത്തിന്റെ പാപത്തെ ചുവന്നൊഴിക്കുന്നതും കുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവനെ അങ്ങയുടെ ചെവിയാഴ്ച ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. അങ്ങയുടെ പിതാവിന്റെ വലത്തുഭാഗത്തോടിരിക്കുന്നവനെ ദയതോന്നിയാണ് അനുഗ്രഹിക്കണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധാത്മാവിനോടുകൂടെ നീ മാത്രം കർത്താവാകുന്നു. ആമേൻ. ഇപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന 1-2 വേദഭാഗങ്ങൾ ഇപ്പോഴേ വായിക്കുന്നതായിരിക്കും. ഒന്നാം പാഠഭാഗമായി 1 ശമൂവേൽ 17-ാം അധ്യായം 17 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സസ് 17 to 54. ഇശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്: ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടു ചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലിലൊക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരൻ്റെ പക്കൽ വിട്ടേച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും കൊണ്ട് ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ
സൈന്യം പടയ്ക്ക് ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്കുനേരെ അണിനിരന്നു നിന്നു. ദാവീദ് തൻ്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവൻ്റെ പക്കൽ ഏൽപ്പിച്ചും വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരുടെ കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗഥനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്ന ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. എന്നാറെ ഇസ്രായേലർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേൽ നിന്നയെ നീക്കിക്കളയുന്നതിന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആർ എന്ന് പറഞ്ഞു. അതിന് ജനം, അവനെ കൊല്ലുന്നവനെ ഇനി നിന്നൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാവ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ വന്നത് എന്തിന്? മരുഭൂമിയിൽ ആ കുറേ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിന് മറവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവൻ്റെ നിമിത്തം ആരും അതിരപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫിലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവൻ്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു. തൻ്റെ കവചവും അവനെ ഇടിവിച്ചു. പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലാകിയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ അപ്പക്കുണത്തിലിട്ടു. കയ്യിൽ കവിണയുമായി ഫെലിസ്ത്യനോടടുത്തു. ഫെലിസ്ത്യനും ദാവീദിനോടടുത്തു. പരിചയക്കാരനും അവന് മുമ്പേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞു, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ ജനങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കുന്നവരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഫെലിസ്ത്യനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേലരും യഹൂദരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യ ഹതന്മാർ ശൈരീമിനുള്ള വഴിയിൽ ഗത്തും എക്രോൻ വരെ വീണ് കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫെലിസ്ത്യൻ്റെ തലയെടുത്ത് അതിനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ആയുധവർഗമോ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫെലിസ്ത്യൻ്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട്, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവേ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു.
ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പായി കൊണ്ടുവന്നു. ഫിലിസ്തീന്റെ തലയും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകനെന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകനെന്ന് ദാവീദ് പറഞ്ഞു. മനപ്പാഠമായി 45 വാക്യം. മെമ്മറി വേഴ്സ് 45. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിന്നുള്ള ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിന്നുള്ള ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. രണ്ടാം പാഠഭാഗമായി എഫേസ്യർ 6-ാം അധ്യായം 10 മുതൽ 24 വരെ. എഫേസ്യർ 6-10 മുതൽ 24 വരെ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളുടെ സകലവും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവ് യേശുക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. മനപ്പാഠം 10-11. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ദുരിതങ്ങൾ തീരാ
സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. പരിശുദ്ധാത്മനിറവിന് വേണ്ടിയുള്ള അപേക്ഷകൾ. ഒന്നാമത്തത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രനെ അയച്ച അങ്ങേയത്വനെയും അങ്ങയുടെ പിതൃസ്നേഹത്തെയും ആ സ്നേഹം നൽകുന്ന സകല അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ അയച്ചു വന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ വാഞ്ചിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു തീരാത്ത ആത്മാവിന്റെ അനുഗ്രഹങ്ങളും ദൈവസ്നേഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ. ക്രിസ്തുവിന്റെ മനസ്സും ജീവനും കൊണ്ട് നിറഞ്ഞു യേശുവിനെ പോലെ ആകുവാനും പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവേ, ഞങ്ങളുടെ ജീവിത വിജയത്തിനും പ്രവർത്തനങ്ങളുടെ ഉന്നമനത്തിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ചോദിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിനെ നൽകാമെന്നുള്ള വാക്തൽ വിശ്വസിച്ചുകൊണ്ടും അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും അടുത്ത് വന്ന് യാചിക്കുന്ന അവിടുത്തെ മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് തിരുമേനിയെ മഹത്വപ്പെടുത്തുവാനും ദിവ്യവരങ്ങളാൽ ദൈവിക വ്യാപാരം ചെയ്ത് യജമാനന് ആദായം വരുത്തുവാനും ഞങ്ങളെ സഹായിക്കുകയും അങ്ങയുടെ സഭയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. അത്യുന്നതങ്ങൾ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തത്വമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനാകുന്നു. തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആമേൻ. 63-ാം സങ്കീർത്തനത്തിൽ നിന്നും, ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തിന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാകുമ്പോൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പോലെ തൃപ്തി വരുന്നു. എന്റെ വായ സന്തോഷമുള്ള അതിരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവരുടെ നാമത്തിൽ സത്യം ചെയ്തു എല്ലാം പുകഴും. എങ്കിലും ഘോഷ് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, അഗ്നിമയന്മാരും ആത്മീയന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ അങ്ങയെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും മാർത്തു ചൊല്ലുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. അങ്ങയുടെ ദൈവത്വത്തെയും മരിച്ചവരിൽ നിന്നുള്ള അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ അങ്ങേക്ക് ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങ് എഴുന്നള്ളി വഴുതിട്ടുള്ള സഭയെ രക്ഷിതുകൊണ്ട് സഭയും അതിന്റെ സകല സന്താനങ്ങളും അങ്ങയെ സ്തുതിച്ച് അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ വന്ദിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമേ, ഭൂലോകമെങ്ങുമുള്ള അങ്ങയുടെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും വിശേഷാൽ അതിന്റെ ഒരു ഭാഗമായ സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അതിന് ധാരാളമായി നൽകണമേ. സത്യത്തിന്റെ വചനത്തെ ശരിയായി ഭാഗിച്ചു കൊടുക്കുന്ന അങ്ങയുടെ സകല മക്കളെയും, ഞങ്ങളുടെ പ്രിസൈഡിംഗ് ബിഷപ്പിനെയും ബിഷപ്പന്മാരെയും വട്ടക്കാരെയും സുവിശേഷകന്റെയും സേവനിമാരെയും സഭാംഗങ്ങളെയും
സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും രാജ്യാന്തരജന്മാർക്കും പ്രത്യേകമായി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും നിയമസഭാംഗങ്ങൾക്കും പ്രത്യേകമായി നാം അധിവസിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം അറിവും നന്മ ചെയ്തുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് അങ്ങയുടെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 31-ാം പുറം സമർപ്പണത്തിന്റെ പ്രാർത്ഥന നമ്മെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിച്ച് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാമല്ലോ. കരുണയുള്ള കർത്താവേ, അങ്ങേക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം അങ്ങേ സേവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കണക്ക് നോക്കാതെ കൊടുപ്പാനും മുറിവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ അധ്വാനിപ്പാനും ഞങ്ങൾ തിരുവിഷ്ടം ചെയ്യുന്നതിനൊഴികെ യാതൊരു പ്രതിഫലം പ്രയത്നിപ്പാനും യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നമ്മുടെ നിത്യ വിശ്വാസ പ്രമാണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവുമേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാ തുടങ്ങി വരുവാനിരിക്കുന്നതുമായ യേശുവിന്റെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധ ആത്മാവിലും സർവ്വത്യ അപ്പോസ്തലനുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തെ കുറിക്കുന്ന സ്നാനം ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഒറ്റനേൽപ്പിനും ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണല്ലോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ വിഷയങ്ങളെ നാം ആത്മഭാരത്തോട് അറിയിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പല ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. അതിനു മുമ്പായി ദൈവത്തിൻ പൈതലെ എന്നുള്ളതായ ഗാനം പാടിയതിനു ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു. ദൈവ
പ്രൈസ് ലോഡ്. അല്പസമയക്കും പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവഴിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കാം. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്ക് ഈ പൽക്കാലം ദൈവം നമ്മളെ കരുതി വിധങ്ങൾക്കായിട്ട് നടത്തിയ വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. ഈ വെള്ളിയാഴ്ചയും ഓൺലൈനായിട്ട് നമുക്ക് ആരാധനയിൽ പങ്കെടുപ്പാനും ദൈവം തന്ന വലിയ ഭാഗ്യപദവിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരാഴ്ച കൂടെ കാണുവാൻ ഓൺലൈനായിട്ട് ആരാധനയിൽ പങ്കെടുപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യപദവിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് ഈ സമയത്ത് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളൊന്നും കർത്താവെ അനുഗ്രഹ തടസ്സമായി നിൽപ്പാൻ ഇടയാക്കാതെ ഇന്ന് രാത്രിക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് വാസ്തവമായിട്ട് നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ലോകം സംഘർഷഭരിതമായ ഒരു അവസരം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരുവാനും അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യപദവിക്കാണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ രാത്രികാലം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കേണ്ടതിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. അടയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മളെ തൊട്ടറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ലോകമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന മഹാവ്യാധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിടുതലയക്കണമേ, സൗഖ്യമയക്കണമേ നമുക്ക് വാസ്തവമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൂറോപ്യൻ രാജ്യങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ അധിവസിക്കുന്ന UAE വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിവിടെ എല്ലാ എമിറേറ്റ്സിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ GCC രാജ്യങ്ങളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഈ രാത്രികാലം ഏൽപ്പിച്ചുകൊണ്ട് ഒരു മനസ്സോടെ കണ്ണുനീരോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ രോഗികൾക്കൊക്കെ ദൈവം കൊടുത്ത വിടുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് താവെ COVID-19 ഭാരപ്പെട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് കർത്താവ് കൊടുത്ത വിടുതലിനായിട്ട് സ്തുതിക്കാം. സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ഭവനത്തിൽ കടന്നിരുവാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സകല മഹത്വവും സകല പൂഴ്ചയും മറക്കപ്പെട്ട കുഞ്ഞാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ചേംബറിലൊക്കെ വ്യാപരിച്ച ദൈവമൊക്കെയായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ട് കർത്താവ് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മളെ ബലപ്പെടുത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദിവസങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ രാത്രികാലം പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പല സ്ഥലങ്ങളിലിരിക്കുന്ന നമ്മൾ ഈ രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് സമ്പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹാലലിയ ഹാലലിയ ഹാലലിയ. വാക്കിന് വിശ്വസനും വാക്കുമാർ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പം മനോഹരമായ ദിവസത്തിൻ്റെ കർത്താവ് ദൈവമേ, രാത്രിയാമത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവേ ഓൺലൈനായിട്ട് കർത്താവേ ആരാധനയെ സംബന്ധിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അവസരമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും കർത്താവ് ഞങ്ങളുടെ വിഷയങ്ങളെ അവിടെ തന്നെ സമർപ്പിപ്പാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുത്തെ പുത്തനിലൂടെ കർത്താവ് തന്നിരിക്കുന്ന ശ്രേഷ്ഠ പദവിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് കർത്താവേ ഈ രാത്രികാലം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണേ കർത്താവേ. അപ്പോൾ രാത്രിക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവേ ഹാലലിയ, ഞങ്ങളുടെ ഇന്നത്തെ കർത്താവെ കൂട്ടായ്മയെ ആരാധന കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹാലലിയ. അപ്പോൾ ഇതൊക്കെ ഈ മുഖാന്തരം കർത്താവ് ആത്മീയ ജീവിതത്തിന് കർത്താവെ അനുഗ്രഹത്തിന് കാരണമാത്തിന് സ്വർഗം ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് കർത്താവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ലോകമ്പാടും പറന്നു പിടിച്ചിരിക്കുന്ന മാരമായ മഹാവ്യാധിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ സൗഖ്യമായിക്കണം കർത്താവെ. ഞങ്ങൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യം തന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ദേശത്തിന് സൗഖ്യം തരാമെന്നത് വാഗ്ദാനമായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി സമസ്യക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ഇടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ പ്രാർത്ഥിപ്പ. ഞങ്ങളുടെ കുറവുകളൊന്നും കണക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ യൂറോപ്യൻ രാജ്യങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ അവിടുത്തെ ആലത്തെ ശൂന്യമാക്കിയ കുറവുകൾ കർത്താവെ ഹാലലിയ, അവിടുത്തെ വചനത്തെ നിരസിച്ച കുറവുകളൊക്കെ കർത്താവെ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. അപ്പ ഹാലലിയ, ജനങ്ങളോട് കണ്ണ തോന്നുമാറാകണമേ പ്രാർത്ഥിക്കുന്ന അപ്പ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഞങ്ങളുടെ രാജ്യത്തെ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സൗഖ്യമയക്കണമേ പ്രാർത്ഥിക്കുന്ന അപ്പ, വിടുതലയക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കൊച്ചു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ ഞങ്ങളുടെ മാതൃദേശത്തേക്ക് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങായച്ച സൗഖ്യത്തിനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവെ. പരിപൂർണ്ണമായ സൗഖ്യം വിടുതലും തന്ന കർത്താവ് മാനിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ.
അവിടുത്തെ കരങ്ങളിലേക്കപ്പ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കഥാവെ ഹാലേലിയ. പ്രത്യേകമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഥാവെ അങ്ങ് നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ കഥാവെ ആശ്രയിച്ച് പോയ കുറവൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്ന കഥാവെ. അപ്പ നെഹമ്യാ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് കഥാവെ. അപ്പ ഞങ്ങളുടെ പിതൃഭവനവും പാപം ചെയ്ത് കഥാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്ന കഥാവെ. ഞങ്ങളുടെ കുറവൊന്നും കഥാവെ ഞങ്ങളുടെ ദേശത്തോടൊന്നും കണക്കെടുത്ത് പ്രാർത്ഥിക്കുന്ന കഥാവെ. ഈ ദിവസങ്ങളിൽ സൗഖ്യമായിക്കണം കർത്താവെ. അപ്പ വിടുതലയക്കണമേ പ്രാർത്ഥിക്കുന്ന കഥാവെ. അവിടെ സൗഖ്യത്തിന് കരം നീട്ടി എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഹാലിലെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ദാതാവിനേക്കാൾ ഉപരിയായിട്ട് ദാനങ്ങളെ സ്നേഹിച്ചു പോയ കുറവൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുതാപത്തോടെ രാത്രികാലം ഞങ്ങൾ വീണ്ടും സനിലേക്ക് കടന്നു വരികയാണ് കർത്താവെ. അപ്പം കുറവൊന്നും ഓർക്കാതെ ഞങ്ങൾ അനുഗ്രഹിക്കണം, ഞങ്ങളെ മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ ആശ്രയിച്ച് കർത്താവെ അങ്ങ് കർത്താവെ അവർക്ക് സഹായം വിടുതലുമായി തീർന്നില്ല. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് വീണ്ടും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നേതൃത്വം കൊണ്ട് മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ സഭയുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനയും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലിയ. അപ്പോൾ ആ സഭയുടെ കീഴിലുള്ള കർത്താവ് എല്ലാ ഇടവുകളെയും കർത്താവ് എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങൾ കൺവെൻഷൻ പോലെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായിട്ട് കർത്താവ് ഞങ്ങളുടെ കർത്താവ് യുഎക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവ് വന്ന് പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കടപ്പെട്ടവരാണല്ലോ കർത്താവ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദേശം നന്മ അനുഭവിപ്പാൻ കർത്താവെ ഇന്നേ വരെ ഞങ്ങളെ കാത്ത് പരിപാലിച്ചു നിങ്ങൾക്കാട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. അപ്പോൾ ആ ദേശമേ സൗഖ്യമയച്ച് മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഭർത്താവ് ഭാരങ്ങൾ പ്രയാസങ്ങൾ കടന്നു പോകുന്നു കർത്താവെ. ഞങ്ങൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വലിയ പ്രവൃത്തി കാണാൻ സ്വർഗം ഇടയാക്കണമേ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും കർത്താവെ ഹാലിലേക്ക് കർത്താവെയൊക്കെ പകച്ചു നിൽക്കുമ്പോൾ പ്രിയനെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് ചാരുവാൻ അങ്ങല്ലതാരുമില്ല കർത്താവ്. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തോട് കാണുന്നൊന്നുമാറാകണമേ. ഭരണാധികാരികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചവർ പ്രാർത്ഥിക്കണം കർത്താവെ. എത്രയും പെട്ടെന്ന് കർത്താവ് ഞാൻ കാരണം സ്വാതന്ത്ര്യം മടക്കിലേക്ക് പാസ്ത്രങ്ങൾ വെടിയാക്കണം കർത്താവെ. ഒരുമിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റവും കർത്താവ് ശ്രമിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ യുഎയിൽ എല്ലാ ഇടവേളയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവ്. ഞങ്ങൾ യുഎസ് സെൻറ്ററായിട്ട് കർത്താവെ ഞങ്ങൾ ചേംബറായി പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു കർത്താവെ. സൗഖ്യമായിക്കണം കർത്താവെ. പ്രത്യേകമായിട്ട് കർത്താവ് വിഷയമേലൊക്കെ സ്വർഗ്ഗം മറുപടി അയക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രോഗികൾക്ക് കൊടുത്ത വിടുതലായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വാർത്തയുടെ മാതാപിതാക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. അവരെ ബലപ്പെടുത്തണമേ, ശക്തിരിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രോഗികളെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹാലയിൽ ഞങ്ങളുടെ ജോലിയിലെ ഭാരപ്പെടുന്ന മക്കളെ ഏൽപ്പിക്കുകയാണ്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. അപ്പോൾ ഹാല ചുറ്റും ഭാരങ്ങൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ, പ്രതിസന്ധി കാണുമ്പോൾ പ്രിയനെ ഹാലയിൽ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാണ് കർത്താവെ. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുന്ന പ്രവാചകനോട് ചേർന്ന് പറയാൻ കർത്താവെ. ഞങ്ങളെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആ തരമുള്ള ഭാരം കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഉദരം വയ്ക്കുന്ന മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വിവാഹപ്രായ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് വാർദ്ധക്യ മാതാപിതാക്കളെ ക്ഷീണക്കുന്ന എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹാലേലിയ. ഞങ്ങളുടെ സമയത്ത് കർത്താവെ ഹാലേ ക്യാൻസർ ഭാരപ്പെടുന്ന മക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വിദ്രോഹത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായിട്ട് കർത്താവെ ഞങ്ങളുടെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ അവരോട് കൂടെ ഇരിക്കണം കർത്താവ്. കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹാലേലിയ. അപ്പോൾ അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവെ അവരെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നത്. ശത്രു തൊടാതെ കാത്തുകൊണ്ടമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവെ ഞങ്ങളെ രക്തക്കൊട്ടകളിൽ മറച്ചുകൊണ്ടമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രി കാലത്തിനാണ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ, ഞങ്ങളുടെ ഭാരങ്ങളെ, വേദനകളെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വാഴുക ഞങ്ങൾക്ക് ആകുലമില്ല കർത്താവെ. നാളെക്കുറിച്ച് ഓർത്ത് ഭീതിയില്ല കർത്താവെ. ഞങ്ങളുടെ ഭാവിയെല്ലാം കരും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇടവയായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യുഎസ് സെൻറ്റർ പ്രവർത്തനം 2 അച്ഛന്മാരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കുടുംബങ്ങളായിട്ട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹിച്ചിനെ ഏൽപ്പിക്കുന്ന കർത്താവെ. നമ്മുടെ പ്രവർത്തനങ്ങളെ മാനിക്കണം, കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആ ദിവസങ്ങളിൽ കർത്താവെ വചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേട്ട് അനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ ഒന്ന് മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രികാലം ഞങ്ങളെ മുറ്റുമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രികാലം ഏൽപ്പിക്കുന്നു കർത്താവെ. ഹാലേലുയ. അപ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറവൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലുയ. ഹല്ലേലുയ. സകലത്തിനുപരിയായിട്ട് കർത്താവെ ഞങ്ങളെ കർത്താവ് പ്രവാസകാലം ഭയത്തോടെ ചിലവഴിപ്പാൻ കർത്താവെ. ഹല്ലേലുയ. ഞാൻ കൃപ ഒന്ന് മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ അന്യരും പരദേശിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവെ. അപ്പോൾ സ്വർഗീയ നാടിനെ കാംക്ഷിച്ചുകൊണ്ട് കർത്താവെ അതിനുവേണ്ടി ഒരുക്കൊണ്ട് ജീവിപ്പാൻ ആക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾക്ക് തരുന്ന ആത്മീയ ഭൗതികമായ നന്മകളൊന്നും കർത്താവ് സ്നേഹത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ അറ്റികളെ ഇടയാക്കരുതേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കരങ്ങളിലേക്ക് രാത്രികാലം സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. ഒരിക്കലും ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങളെ, നൊമ്പരങ്ങളൊക്കെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹാലേലുയ. ഹാലേലുയ. രക്തതാജ് ഞങ്ങൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. സകല പോരാട്ടം കർത്താവ് വിടുതങ്ങൾ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ രാത്രികാലത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അതിന്മേലൊക്കെ ഈ ദിവസങ്ങൾ മറുപടി അയച്ച് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താഴ്ച സമർപ്പിക്കുന്നു കർത്താവെ. കുറവൊന്നും ഓർക്കാതെ അനുഗ്രഹിച്ചു വേണമേ പ്രാർത്ഥിക്കുന്നു. സകലവും യേശു മുഖാന്തരം ധ്യാനിക്കുന്ന പിതാവേ,
ആമേൻ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചകളിൽ ജന്മദിനം ഓർക്കുകയും വിവാഹവാർഷികം ഓർക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും ഒരു പുതിയ വർഷം കൂടെ ദാനമായി കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അവരെ അത്ഭുതകരമായി നടത്തി. അവർ ജോലി ചെയ്ത മേഖലകളിലായിരുന്ന സാഹചര്യങ്ങളൊക്കെ അവരെ കരുതിയ കൃപകൾക്കായിട്ട് ഇടവകയായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 73-ാം സങ്കീർത്തനം അതിൻ്റെ 23-24 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവം നമ്മെ പിടിച്ചിരിക്കുന്നു, ദൈവം നമ്മെ നയിക്കുന്നു, ദൈവം നമ്മെ ബലപ്പെടുത്തുന്നു. ഇതുതന്നെയാണല്ലോ നമുക്ക് വ്യക്തിപരമായും കുടുംബപരമായും പറയുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മെ പിടിച്ചു, ദൈവം നമ്മെ ബലപ്പെടുത്തി, ദൈവം നമ്മെ നയിച്ചതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ആ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഉള്ളതായിരിക്കുന്ന ജന്മദിന ആശംസകളും വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. കർത്താവെ, സകല അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ആഴ്ചകളിൽ പുതിയ വർഷത്തിലേക്ക് വ്യക്തിപരമായും കുടുംബപരമായും പ്രവേശിച്ച എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഓരോ പുതിയ വർഷം തരുമ്പോഴും ഞങ്ങളെ നടത്തിയ ദൈവത്തെ ഒന്നുകൂടൊന്ന് നോക്കുവാൻ, ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പുതിയ വർഷം അവർക്ക് ലഭിച്ചപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുമ്പോൾ അവരോട് അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ച് അവർക്ക് കർത്താവ് ബലവും ആരോഗ്യവും ഒക്കെ കൊടുത്ത് പുതിയ വർഷത്തിലേക്ക് അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീ ഞങ്ങളെ നയിച്ച ദൈവമാ, നീ ഞങ്ങളെ പിടിച്ച ദൈവമാ, നീ ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവമാണെന്ന് പറയുവാൻ അവരെ സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അനേകർ കർത്താവ് ഒരു അനുഗ്രഹമായി തീരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായും ആത്മീയ നന്മകൾക്കായും എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. താവെ, അങ്ങ് അവരെ ബലപ്പെടുത്തിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, അവർക്ക് കൊടുത്ത നന്മകളെ ഇടവകയായിട്ട് ഞങ്ങൾക്ക് ഓർത്ത് നന്ദി പറയുവാൻ തന്നെ കൃപകൾക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആമുഖമായിട്ട് അറിയിക്കുകയാണ്. 2020 ആദ്യത്തെ 4 മാസക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തി. 5-ാം മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന വിലയേറിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ അനുകൂലമായിരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ തന്നിരിക്കുന്ന വിഷയം ഫേസിംഗ് ജയൻസ്, മല്ലന്മാരെ അഭിമുഖീകരിക്കുക. നമ്മൾ 1-ാം പാഠം വായിച്ചത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 45-ാമത്തെ വാക്യമാണല്ലോ. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞ, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നുകൂടി ഇസ്രായേലിലും യുദ്ധത്തിന് അണിനിരന്നിരിക്കുകയാണ്. അപ്പോൾ ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ പുറപ്പെട്ടു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ യുദ്ധത്തിന് വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഒരുവൻ എന്നോട് വന്ന് എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകൾ, എന്നാൽ മറിച്ചായാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകൾ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 40 ദിവസം രാവിലെയും വൈകുന്നേരവും ഈ മല്ലൻ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചു. ആരും മുന്നോട്ട് വരികുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവരും ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ആ സമയത്താണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്ന ആട്ടിടയ ചെറുക്കൻ തൻ്റെ സഹോദരന്മാർക്കും സഹസ്രാധിപനും പിതാവിൻ്റെ നിയോഗമനുസരിച്ച് ഭക്ഷണവുമായിട്ട് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിതാവ് പറഞ്ഞു, നീ പോയി സഹോദരന്മാരുടെ ക്ഷേമാന്വേഷണമൊക്കെ നടത്തി വന്നിട്ട് എന്നോട് വിവരം അറിയിക്കണം. ആ വരുന്ന സാഹചര്യത്തിലാണ് അവൻ മല്ലന്റെ വെല്ലുവിളി കേൾക്കുന്നത്. ആ വെല്ലുവിളിക്കുള്ളിൽ 2 കാര്യമുണ്ടായിരുന്നു. 1, ദൈവത്തെ നിന്ദിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം. 2, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നിന്ദിക്കുന്നു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. ഇത് കേട്ട സഹോദരന്മാർ അവനെ പരിഹസിച്ചു, അവനെ വിമർശിച്ചു. ഈ ഭാഗത്തു നിന്ന് അധികം ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല.
നമുക്കറിയാം സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ 59ാമത്തെ ജനറൽ കൺവെൻഷനിൽ മിസ്റ്റർ ജോർജ് ഉമ്മൻ ഇതിനെക്കുറിച്ച് ഇതിൽ നിന്ന് സംസാരിക്കുകയുണ്ടായല്ലോ. അന്ന് 3 പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്റിമിഡേഷൻ ആൻഡ് ഹ്യൂമിലിറ്റേഷൻ. 3 രീതിയിൽ സഹോദരന്മാർ ദാവീദിനോട് ഇടപെട്ടു എന്ന് അന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചുവല്ലോ. അതിനുശേഷം ശൗലിന്റെ അടുക്കലേക്ക് ദാവീദ് കടന്നു വന്നപ്പോൾ ശൗൽ പറഞ്ഞത്, നീ ഒരു ബാലനത്രേ, യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിവില്ല. ഇത് കേട്ട് ദാവീദ് നിരാശപ്പെട്ടു പോയില്ല. അപ്പോൾ ദാവീദ് ശൗലിനോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ, തന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ കുറിച്ച് വിവരിപ്പാൻ തുടങ്ങി. ഞാൻ ഒരു സിംഹത്തിന്റെയും കരടിയുടെയും അടുത്തേക്ക് കടന്നു എന്ന് അത് എന്റെ ആടിനെ ആക്രമിപ്പാൻ വന്നപ്പോൾ ഞാൻ അതിനെ കൊന്നുകളഞ്ഞു, ദൈവത്താലാണ് സംഭവിച്ചതെന്ന് ശൗലിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ദാവീദിന് വിജയം കൊടുത്തതിനെ കുറിച്ച് ദാവീദ് ശൗലിനോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും എന്താ സംഭവിച്ചത്? ആ ധൈര്യത്തോടു കൂടെയാണ് ദാവീദ് യഹോവയുടെ നാമത്തിൽ മല്ലന് നേരെ ഓടിയാണ്. കവണയിൽ ഒരു കല്ല് വെച്ചവന് വീശി മല്ലൻ നിലം പതിച്ചു. ദാവീദിന് ദൈവം വിജയം കൊടുത്തായിട്ട് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ എന്താണ്? അതാണ് ഇന്ന് രാത്രി നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. 4 പ്രധാന പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. 3 സംഭവിച്ചെങ്കിൽ മാത്രമേ 4ാമത്തതിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് പറ്റുകയുള്ളൂ. ഒന്നാമത്, ഒരു മല്ലനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് വേണ്ട 1ാമത്തെ കാര്യം ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണം ആവശ്യമാണ്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ലോകപ്രകാരം നോക്കിയാൽ ദാവീദ് യുദ്ധത്തിൽ നിൽക്കുവാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല. അത് ശൗൽ തന്നെ പറയുന്നുണ്ട്. ദാവീദിനോട് പറയുകയാണ്, ഫെലിസ്ത്യരോട് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയായില്ല, നീ ബാലനത്രേ. ദാവീദിന്റെ അപ്പനായ ഇശായിയോട് ചോദിച്ചാൽ ഇശായിക്കും അതേ പറയുവാനായിട്ടുള്ളൂ. നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല, നിന്നെ കൊണ്ട് കഴിയുന്നത് ആടുകളെ മേയ്പ്പാൻ മാത്രമാണ്. അതുകൊണ്ടാണ് ശമൂവേൽ ഒരു യാഗം പ്രഖ്യാപിച്ചതായ സമയത്ത്, യാഗത്തിന് ക്ഷണിച്ചതായ സമയത്ത് ബാക്കി എല്ലാവരെയും കൂട്ടി വരുത്തി, എന്നാൽ ദാവീദിനെയോ കൂട്ടി വരുത്തിയില്ല. കാരണം ദാവീദിന് യോഗ്യതയില്ല എന്ന് പ്രിയ പിതാവും അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിന്റെ സഹോദരന്മാരുടെ നോട്ടത്തിലും അവൻ യുദ്ധക്കളത്തിൽ ചെല്ലുവാനായിട്ട് യോഗ്യനല്ല. അതുകൊണ്ട് അവനെ വഴക്ക് പറഞ്ഞ് ഓടിക്കണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ പ്രാപ്തനായി കണ്ടു. നമ്മുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. അത് ഞാൻ നിങ്ങൾ മറന്നു പോകരുത്. ലോകപ്രകാരം നമ്മളെ നോക്കുമ്പോൾ ഒരു പ്രാപ്തിയുമില്ലായിരിക്കും. എന്നാൽ ദൈവം നോക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ കാണുമ്പോൾ പ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് സാധിക്കും. ദാവീദിന്റെ ഹൃദയത്തിന്റെ യോഗ്യത, അവന്റെ സമർപ്പണം കാണുവാൻ ലോകത്തിൽ ആർക്കും കഴിഞ്ഞില്ല. അവൻ ശൗലിനേക്കാൾ വിശ്വാസത്തിലും സമർപ്പണത്തിലും പൊക്കമേറിയവനായിരുന്നു. അവന് പ്രായമോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലായിരുന്നുവെങ്കിലും, പടച്ചൊട്ടയോ അതൊന്നുമില്ല എങ്കിലും അവനൊന്നുണ്ടായിരുന്നു, യഹോവയെ പൂർണ്ണമായിട്ട് ദാവീദ് വിശ്വസിച്ചു. അത് മാത്രവുമല്ല, തന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് തന്റെ സഹോദരന്മാരുടെ ക്ഷേമാന്വേഷണം നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുക. ഞാൻ പറയട്ടെ, പിതാവിനാൽ ഐക്യപ്പെടുന്നവർക്ക് മാത്രമേ വിജയം വരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദ് എന്തുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നു? ദാവീദ് എന്തുകൊണ്ടാണ് മല്ലനെ നേരിടുവാൻ സാധിച്ചത്? അപ്പൻ പറഞ്ഞയച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പന്റെ നിയോഗപ്രകാരം വന്നതുകൊണ്ട് മാത്രമാണ് ആ മല്ലനെ നേരിടുവാനായിട്ട് സാധിച്ചത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയരെ, നാം നമ്മുടെ സ്വർഗസ്വനായ പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കാറുണ്ടോ? ധാരാളം വചനങ്ങൾ നാം കേൾക്കുന്നത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാറുണ്ടോ? We must be in the will of God. നാം ദൈവഗതത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കേണ്ടവരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നാം ദൈവത്തെ പരിപൂർണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ ഈ പോരാട്ടത്തിൽ നമുക്ക് പരാജയപ്പെടുവാതെ മുന്നേറുവാനായിട്ട് സാധിക്കും. ലൈഫ് ഈസ് ഓൾവേസ് എ ബാറ്റിൽ ഫോർ ഓൾ ഓഫ് us. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരു പോരാട്ടമാകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോരാട്ടം എന്നാ, റെസ്ലിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബോക്സിംഗ് അല്ല. ബോക്സിംഗ് ആണെങ്കിൽ ബോക്സിങ്ങിനിടയിൽ ഇടവേളകളുണ്ട്, എന്നാൽ റെസ്ലിംഗിനിടയിൽ ഇടവേളകളില്ല. മല്ലനെ കീഴടക്കുന്നത് വരെ, അവന്റെ ശരീരവും മനസ്സും കീഴടക്കുന്നത് വരെ പോരാടിക്കൊണ്ടേ ഇരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് ധാരാളം മല്ലന്മാരെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അത് ജഡമായിരിക്കാം, എതിർപ്പുകളായിരിക്കാം, പരിഹാസമായിരിക്കാം, നിന്ദയായിരിക്കാം, ഏകാന്തതയായിരിക്കാം, തള്ളിക്കളയപ്പെട്ട അനുഭവമായിരിക്കാം, വേദനകളായിരിക്കാം. ഇങ്ങനെ പലതിനെയും താൻ ഫേസ് ചെയ്യേണ്ടതായി വരും. എന്നാൽ ഓർക്കണം, ദൈവമക്കൾക്ക് ഒരു വിജയം ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. എപ്പോഴാണ് വിജയിക്കാൻ പറ്റുന്നത്? When we are in the will of God, we will have the courage to face the enemy. ദൈവഗീതത്തിൽ നാം കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ മല്ലനെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത് നമുക്ക് എന്താണ് വേണ്ടത്? ഒന്നാമത് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. രണ്ടാമത് നമുക്ക് വേണ്ടത് കറേജ് ആണ്, ധൈര്യം വേണം.
1 ശമൂവേൽ പ്രവാചന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ നമ്മെ ഓർപ്പിക്കുന്നു, ഒരു മല്ലനെ നേരിടുവാനായിട്ട് ഒരു ദൈവ പൈതലിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യമാണ്. ദാവീദ് 16 വിശ്വാസ വീരന്മാരുടെ ഗണത്തിലേക്ക് ഉൾപ്പെടുവാൻ കാരണം എന്താണ്? എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അവൻ ധീരതയോടെ നിന്നു. വീരനായിരുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റിയേ? അവന്റെ പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് കടന്നു വന്നത്. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെ ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ ഓടിപ്പോകുന്നതായിട്ട് 1 ശമൂവേൽ പ്രവാചന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ആരാ ഓടിപ്പോയത്? ശൗലിന്റെ സൈന്യങ്ങൾ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, പടച്ചൊട്ടയും ആയുധവും യുദ്ധാഭ്യാസവും എല്ലാം ഉള്ളവര്, അവർ ഓടിപ്പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ഒരു യോഗ്യതയും പറയുവാനില്ലാത്ത ഒരു ബാലൻ ഇവിടെ വന്ന് ധൈര്യത്തോടെ നിൽക്കുക. അവനും ഫെലിസ്ത്യനെ കണ്ടു, അവനും ഫെലിസ്ത്യൻ്റെതായിരിക്കുന്ന വാക്ക് കേട്ടു. എന്നാൽ അവൻ പുറകോട്ട് ഓടിയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. 1 ശമൂവേൽ പ്രവാചന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുവെന്ന് അവൻ പറയുകയാണ്. ശൗലിന്റെ സൈന്യം ഗോലിയാത്തിന്റെ നീളവും വണ്ണവും നിമിത്തം അവനെ വലിയവനായി കണ്ട് ഭയന്നോടിയെങ്കിൽ ദാവീദ് സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവത്തെ വലിയവനായി കണ്ടു. അതാണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ അല്ല നാം വലുതായിട്ട് കാണേണ്ടത്, പിന്നെയോ പ്രതികൂലങ്ങളെക്കാൾ വലിയവനായി ദൈവത്തെ കാണേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മല്ലന്മാരെ നമുക്ക് ധൈര്യത്തോടെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നുള്ളതായിട്ട് പത്രോസ് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓർക്കണം, ഏത് സമയത്തും എന്ത് ചെയ്യാം? ശത്രു നമ്മളെ കീഴടക്കുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നാം എന്ത് ചെയ്യണം? ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നേറേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ ഒരു സൂവിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി ഒരു യൗവനക്കാരൻ കടന്നു വരികയാണ്. ആ മാനേജറിന്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ജോലി വേണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്കിവിടെ ജോലി തരുവാനായിട്ട് ഒന്നുമില്ല. അവസാനം അവൻ നിർബന്ധിക്കുന്നത് കണ്ടപ്പോൾ ആ മാനേജർ പറഞ്ഞു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഇവിടെ ഒരു സിംഹത്തിന്റെ വേക്കൻസി ഉണ്ട്. അവൻ വിചാരിച്ചു എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയല്ലോ. പെട്ടെന്ന് അവനോട് പറഞ്ഞു, നിനക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ സിംഹത്തിൻ്റെതായിരിക്കുന്ന തോലുണ്ട്, അതെടുത്തുകൊണ്ട് സിംഹത്തിന്റെ കൂട്ടിലേക്ക് നീ പോയിരിക്കുക. അവനത് എടുത്തിട്ടുകൊണ്ട് സിംഹത്തിന്റെ കൂട്ടിലേക്ക് കടന്നുപോയി. ഞാൻ പറയട്ടെ, ഇന്ന് സെൽഫിയുടെ ലോകമാണല്ലോ. ധാരാളം പേര് സെൽഫി എടുത്തുകൊണ്ട് അനേക അപകടങ്ങളിൽപ്പെടുന്നത് നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നുണ്ട്. ഇവിടെയും ഈ സിംഹത്തിന്റെ കൂടിന്റെ അടുത്ത് വന്നിട്ട് ഒരു യൗവനക്കാരൻ സെൽഫി എടുത്തു. അറിയാതെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് വീണതായ സമയത്ത് സിംഹം ഇങ്ങനെ നോക്കിയിരിക്കുന്നതും യവൻ അവിടെ പേടിച്ചു നിൽക്കുന്നതുമായിട്ടുമാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നവനോട് ആ സിംഹം ഇപ്രകാരം പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ പോലെ ഒരുത്തനാ ഞാനും. ഞാനിവിടെ പറഞ്ഞതായിരിക്കും അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് എന്താ? സിംഹം എന്ന പോലെ അലറി നടക്കുന്നു. സിംഹമല്ല, സിംഹം എന്ന പോലെയുള്ള അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. നമ്മെ ഭയപ്പെടുത്തുവാൻ വേണ്ടി പല രീതിയിലും സിംഹം എന്ന പോലെ സാത്താൻ അലറി നടക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മെ വിളിച്ചവൻ, നമ്മെ നിർത്തുന്നവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുദേശ് പാടിയിരിക്കുന്നത്, രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെ സ്വപ്നത്തിലും കൂടെ കാക്കണമേ. സ്വപ്നത്തിൽ പോലും വീഴുവാൻ സാധ്യതയുണ്ട്, എന്നാൽ അവിടെയും എന്നെ കാത്തുകൊള്ളണമെന്ന് ധൈര്യത്തോടെ സാധു കൊച്ചുകുഞ്ഞുദേശിക്ക് പാടുവാൻ സാധിച്ചുവെങ്കിൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് അപ്രകാരമുള്ള ധൈര്യമാണ് ഏറ്റവും അത്യാവശ്യം. എങ്ങനെ ധൈര്യപ്പെടാനായിട്ട് പറ്റും? അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നവർക്ക് മാത്രമേ മല്ലനെ കാണുമ്പോൾ ഭയം നോടാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത് ധൈര്യത്തോടെ മല്ലനെ നേരിടുവാനാ, ഓടാനായിട്ടല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, നമ്മൾ പട്ടിയെയും പൂച്ചയും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. പട്ടിയും പൂച്ചയോട് ഇടയ്ക്ക് മല്ലിടാറുണ്ട്, പോരാടാറുണ്ട്. എന്നാൽ ആരായി ജയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കലും പട്ടി ജയിക്കത്തില്ല, പൂച്ചയെ ജയിക്കത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൂച്ച തറയിൽ 2-3 അടിയൊക്കെ അങ്ങ് അടിക്കും, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും, എന്നിട്ട് ശബ്ദം ഉണ്ടാക്കും, കണ്ണൊക്കെ ഒന്ന് മുഴപ്പിച്ച് കാണിക്കും. ഇത് കാണുമ്പോഴത്തേക്ക് പട്ടി പുറകോട്ട് പോകും. കാരണം പൂച്ച പട്ടിയേക്കാൾ ബലമുള്ളത് കൊണ്ടല്ല, ആരോഗ്യമുള്ളത് കൊണ്ടല്ല, ശക്തിയുള്ളത് കൊണ്ടല്ല, പിന്നെയോ അതിന് പേടിപ്പെടുത്താൻ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഭയന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് അവന്റെ അമിതബലത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട്
മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ദാവീദിനെ ഭയപ്പെടുത്തുവാനായിട്ട് നോക്കുന്ന സംഗതികൾ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് മല്ലൻ പറയുന്നത് അവിടെ, നീ ഇങ്ങോട്ട് വാ, ഇന്ന് നിന്നെ കൊന്ന് നിന്റെ മാംസം എന്ത് ചെയ്യും, ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായി കൊടുക്കുമെന്ന് ഗോലിയാത്ത് വെല്ലുവിളിക്കുക. അത് കണ്ടുകൊണ്ട് ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് എന്താ ചെയ്തെന്നറിയാമോ? നീ നിന്ദിച്ച ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കറേജ് വേണം, കമ്മിറ്റ്മെന്റ് വേണം. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു കോൺഫിഡൻസ് വേണം, ഒരു ആത്മവിശ്വാസം നമുക്ക് ആവശ്യമാണ്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ 37-ാമത്തെ വാക്യം, യഹോവ തന്നെ സഹായിക്കുവാൻ സർവശക്തനാണെന്ന് പൂർവ്വകാല അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ദാവീദ് അവിടെ പറയും നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ പഴയ അനുഭവങ്ങൾ ഓരോന്നും വീണ്ടും വീണ്ടും അവൻ ഓർത്തപ്പോൾ അവന് മനസ്സിലായി, ഈ യുദ്ധത്തിൽ എനിക്ക് വിജയം തരുവാൻ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അവന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ശൗലിനോട് പറഞ്ഞത് 1 ശമൂവേൽ 17:33, ഞാൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അവൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിംഹവും കരടിയും വന്ന് ആടുകളെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആടുകളെ അതിന്റെ വായിൽ നിന്ന് വിടുവിച്ച് അതിനെ കൊന്നുകളയുവാൻ, സിംഹത്തെയും കരടിയെയും കൊന്നുകളയുവാൻ ഉള്ള ബലം ദൈവത്തിൽ നിന്ന് അവൻ പ്രാപിച്ചു. അവൻ പറഞ്ഞു, ഇതെല്ലാം ദൈവത്താലാണ് എനിക്ക് സാധിച്ചത്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, പക്ഷേ ദൈവത്താൽ അതിനെ കൊല്ലുവാനായിട്ട് എനിക്ക് കൃപ തന്നു. എന്താണെന്ന് ചോദിച്ചാൽ, സിംഹത്തെയും കരടിയെയും നിർമ്മിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അതിന് മുൻപിൽ എന്നെ തോൽക്കുമാറാക്കാതെ നിർത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ധൈര്യത്തോടെ ദാവീദ് അവിടെ വിവരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ യുദ്ധങ്ങളൊക്കെ ജയിച്ച് എനിക്ക് ഈ യുദ്ധത്തിലും വിജയിപ്പാൻ സാധിക്കുമെന്ന് ശൗലിനോട് പറയുകയാണ്. ഹിസ് കോൺഫിഡൻസ് വാസ് ഇൻ ദ ലോർഡ്. നോക്കണം, ദൈവത്തിലായിരുന്നു അവന്റെ ആത്മവിശ്വാസം. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവരെ തൊടുവാൻ ഒരു സിംഹത്തിനും ഒരു കരടിക്കും കഴിയത്തില്ല. ഹി നെവർ ലുക്ക് അറ്റ് ദ സൈസ് ഓഫ് ദ എനിമി. അവൻ എന്ത് ചെയ്തു? ആ ശത്രുവിൻ്റെതായിരിക്കുന്ന വലുപ്പത്തിലേക്ക് അല്ല നോക്കിയത്. പിന്നെയോ അവർ സൈസ് ഓൾസോ ഡസ് നോട്ട് മാറ്റർ. നമ്മുടേതായിരിക്കുന്ന സൈസും യാതൊരു പ്രശ്നവുമല്ല. പിന്നെയോ അവൻ നോക്കിയത് ദൈവമുഖത്തേക്ക്. നമ്മുടെ സൈസോ, മുമ്പിൽ നിൽക്കുന്ന മല്ലന്റെ സൈസോ, അവന്റെ ആരോഗ്യമോ, വണ്ണമോ, പൊക്കം ഒന്നുമല്ല നോക്കിയേ, ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ധൈര്യമായിട്ട് മുന്നേറുവാനായിട്ട് അവന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കനാൻ ദേശം ഒറ്റ നോക്കുവാനായിട്ട് മോശ 12 പേരെ അയക്കുകയാണ്. 10 പേരും വന്നിട്ട് പറഞ്ഞത്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ മുമ്പിലുള്ള അനാക്യ മല്ലന്മാരാ, നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളിയെ പോലെയാ, വെട്ടുക്കിളികൾ തന്നെയാണെന്നാ പറഞ്ഞ് ഓർക്കണം. എന്നാൽ യോശുവയും കാലേബും വന്ന് പറഞ്ഞു, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. അതെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഏത് മല്ലനെയും നമുക്ക് ജയിപ്പാൻ സാധിക്കും. ശത്രു ഒരു പ്രളയം പോലെ വന്നാലും ഒരു മഹാമാരി പോലെ വന്നാലും നമുക്കതിനെ ഭയപ്പെടാനില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ നിർഭയനായിരിക്കും. കാരണം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും എന്റെ ജീവന്റെ ബലവുമാകുന്നു. He is strengthened by past experience. അവന്റെ പഴയകാല അനുഭവങ്ങൾ ഓർത്തപ്പോൾ അതിൽ ബലപ്പെടുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മുടെ പഴയകാല അനുഭവങ്ങൾ ഓർത്താൽ നമുക്ക് ഏത് മല്ലനെയും നേരിടുവാനായിട്ട് സാധിക്കും. ആശയേറ്റ് വലഞ്ഞ് തളർന്നതായ സമയത്ത് ദൈവം നമ്മെ താങ്ങി നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ ഏത് മല്ലനെയും നേരിടുവാനായിട്ട് പറ്റും. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 36-37 വാക്യത്തിൽ, സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു പോകുക, ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. എന്റെ ഭുജം കൊണ്ടല്ല സിംഹത്തെയും കരടിയെയും കൊന്നത്, മറിച്ച് യഹോവ എന്നെ രക്ഷിച്ചതാണെന്ന് ദാവീദ് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ അവൻ പറയുക, ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചേക്കുമെന്നല്ല പറയുന്നത്, രക്ഷിക്കുമെന്ന് ഉറപ്പവനുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, സിംഹത്തിനെയും അതുപോലെ കരടിയെ പോലെ ഒന്നായേക്കും എന്നല്ല പറഞ്ഞില്ലേ, അതുപോലെ ആക്കുമെന്ന് പറയുവാൻ ദാവീദിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടി? അവന് ദൈവത്തിൽ ഉറപ്പുണ്ടായിരുന്നു, അവന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സംശയം ഒട്ടും കൂടാതെ അവൻ ധൈര്യത്തോടെ പറഞ്ഞത്, ഒന്നിനെ പോലെ ആകാൻ പോവുക, സിംഹത്തെയും കരടിയെയും കൊന്നതുപോലെ ഇവനെയും ഞാൻ കൊല്ലും, ഇവന്റെ കയ്യിൽ നിന്ന് എന്നെ എന്റെ ദൈവം രക്ഷിക്കുമെന്ന് ധൈര്യമായിട്ട് പറയുവാൻ സാധിച്ചു. പ്രിയരെ, നമുക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവം എന്നെ വിടുവിക്കും. അതിന് ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്തു നോക്കണം. പൈതൽ പ്രായം മുതൽ ഇന്നയോളം നമ്മെ നടത്തിയ ആ വിധങ്ങളെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഏത് മല്ലനെയും നമുക്ക് ഫേസ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ശൗൽ എന്തോ ഇത് കേട്ടപ്പോൾ
തന്റെ പടയങ്കി ഊരിയൊക്കെ കൊടുത്തു കേട്ടോ. അവന്റെ കവചവും ധരിപ്പിച്ചു, തലയിൽ താമ്രശിരസ്ത്രം വെച്ചു. എന്നാൽ അവ ഊരിക്കളഞ്ഞു. അവന് നടക്കാൻ പറ്റിയില്ല, അവനെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലോകപ്രകാരമുള്ള പടയങ്കിയുടെയോ ശിരസ്ത്രത്തിന്റെയോ കവചത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവര് ദൈവം തന്നെ പടയങ്കിയ, ദൈവം തന്നെ ശിരസ്ത്രമ, ദൈവം തന്നെ പരിചയ, ദൈവം തന്നെ പലകയ, ദൈവം തന്നെ കവചമാ. അതുകൊണ്ട് അവന് മറ്റൊന്നിന്റെയും ആവശ്യമില്ല. കാരണം ദൈവം മറവിടമായിട്ട് അവന്റെ കൂടെയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് എഴുതുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഒരു ദൈവ പൈതൽ മല്ലനെ നേരിടാൻ എടുക്കേണ്ട സർവായുധ വർഗങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. എന്തിനാ സർവായുധ വർഗം? അവിടെ പറയുന്നു, ഒന്ന്, ദുർദിവസത്തിൽ എതിർപ്പാൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശാന്തമായ അന്തരീക്ഷവും കൊടുങ്കാറ്റടിക്കുന്ന സമയം ഏത് നിമിഷവും ഉണ്ടാകാം. ഇന്ന് ശാന്തമായ അന്തരീക്ഷമാണെങ്കിൽ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മുടെ ജീവിതം വഴി പോകാം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് പതറാതെ നിൽക്കണമെങ്കിൽ, വിജയം വരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തോണം. ടേക്ക് അപ്പ് ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സർവായുധവർഗം പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് മുന്നേറുന്നവർക്ക് മാത്രമേ വിജയം വരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ടു സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കണം. നമ്മെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് ഉറച്ചു നിൽക്കുവാൻ സർവായുധവർഗം എടുക്കണം. സർവായുധവർഗത്തിന്റെ ലിസ്റ്റ് 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾവേസ് റിമെമ്പർ വി ഹാവ് വിക്ടറി. എല്ലായ്പ്പോഴും ഓർത്തോണം, നമുക്ക് വിജയമുണ്ട്. ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന കർത്താവ് നമ്മോടുകൂടെ ഉള്ളപ്പോൾ നമുക്ക് ജയമുണ്ട്. മല്ലനെ നേരിടുന്നതിന് മുമ്പ് മനസ്സിൽ ആ ഉറപ്പ് പ്രാപിച്ചിരിക്കണം, ഈ പോരാട്ടത്തിൽ ജയം നമുക്ക് നിശ്ചയമായിട്ടുമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാർ പാടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു പാട്ടാണല്ലോ, വി ഷാൽ ഓവർകം, വി ഷാൽ ഓവർകം, വി ഷാൽ ഓവർകം സം ഡേ. സോ ഡീപ് ഇൻ മൈ ഹാർട്ട് ഐ ഡു ബിലീവ് വി ഷാൽ ഓവർകം സം ഡേ. നമ്മൾ ഓവർകം ചെയ്യും, ഏത് പ്രതിബന്ധങ്ങളെയും നമ്മൾ ഓവർകം ചെയ്യും, ഏത് മല്ലനെയും നമ്മൾ അതിജീവിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏത് മല്ലനെയും നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ചെയിനെ നമ്മൾ ബ്രേക്ക് ചെയ്യും, ഈ മഹാമാരിയെ നമ്മൾ ബ്രേക്ക് ചെയ്യും. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. ഏത് മല്ലനെയും എനിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും, ഏത് മല്ലനെയും തകർക്കാൻ പറ്റുമെന്ന് ഉള്ള ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നുകൊണ്ട് ധൈര്യമായിട്ട് ദാവീദ് മുന്നോട്ട് പോയി. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നിന്ദയുടെയും ശാപത്തിന്റെയും ഭീഷണിയുടെയും നടുവിൽ ഉറച്ചു നിന്ന ബാലന്റെ വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും വേലുകൊണ്ടും അല്ല ജയം തരുന്നത്, പിന്നെയോ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അതാണല്ലോ സെക്കരിയ പ്രവാചകനും പറയുന്നത്, സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ മാത്രമേ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ സമഭൂമിയായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് വചനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിലുള്ള ഏത് മഹാപർവ്വതവും സമഭൂമിയായി തീരണമെങ്കിൽ അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയല്ല. ദാവീദ് പറയുന്നത് പോലെ യഹോവയ്ക്ക് വാളും കുന്തവും വേലും ഒന്നും വേണ്ട, വേണ്ടത് യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. He understood this is the Lord's battle. ദാവീദിന് മനസ്സിലായി, ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്, ഞാൻ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്, ഈ ദൈവം എന്റെ ബലമാണ്, എന്റെ ഗോപുരമാണ്, എന്റെ സങ്കേതമാണ്, ഇത് യഹോവയ്ക്കുള്ളത്. ദൈവനാമം മാത്രമായിരുന്നു ദാവീദിന്റെ വിഷയം. ആ നാമത്തെ നിന്ദിക്കുവാൻ വന്നവൻ ആര് എന്ന് ചോദിച്ച് കവണയിൽ വെച്ച് കല്ല് വെച്ച് അടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതവന്റെ നെറ്റിയിൽ പതിച്ചു, അവൻ കവിണ്ണു വീണു. അങ്ങനെ 3 കാര്യങ്ങളാണല്ലോ നമ്മൾ കണ്ടത്. ഒന്ന്, ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഒരു കറേജ് വേണം, അത് മാത്രവുമല്ല ഒരു കോൺഫിഡൻസും ഉണ്ടായിരിക്കണം. ഇതുള്ളവന് മാത്രമേ 4ാമത്തെ പ്രാപിക്കാൻ പറ്റൂ. 4ാമത് ഒരു സെലിബ്രേഷൻ ആകട്ടോ. കാരണം നമുക്കൊരു സെലിബ്രേഷൻ ഉണ്ട്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ ദാവീദ് ഒരു കവണയും കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു. വിക്ടറി വാസ് സർട്ടൈൻ, വിജയം നിശ്ചയമായിരുന്നു. ഇറ്റ് വാസ് എ ഡിവൈൻ വിക്ടറി, ഇത് ദൈവിക വിജയമായിരുന്നു എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്താ സംഭവിച്ച്? ദാവീദ് ഓടിച്ചെന്ന് മല്ലന്റെ മേൽ കയറിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് വാളെടുത്ത് അവന്റെ കൈ ശിരസ് ഛേദിച്ച് വിജയം ആഘോഷിക്കാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കൾക്ക് വിജയമുണ്ട്, സമർപ്പിക്കപ്പെട്ടവർക്ക് വിജയമുണ്ട്, ധൈര്യമുള്ളവർക്ക് വിജയമുണ്ട്, ആത്മവിശ്വാസമുള്ളവർക്ക് വിജയമുണ്ട്. അത് മറന്നു പോകരുത്. അതിന് സെലിബ്രേഷനുമുണ്ട്, ഒരു ആഘോഷവുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥർ നാമത്തിന് ജയം ജയം എപ്പോഴും. അതുകൊണ്ട് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളം ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കാൻ പോവുക. കാരണം ദൈവം
ദൈവമക്കൾക്ക് ആ ഉറപ്പുണ്ട്. ഞാൻ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഏത് മലിനെയും ജയിച്ച് ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷം നടത്തുവാനായിട്ട് സാധിക്കുമെന്ന്. അത് ആ ഉറപ്പ് ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദിനെ കാട്ടിൽ നിന്ന് വനാന്തരത്തിൽ നിന്ന് കൊണ്ടുവന്ന് ദാവീദ് എന്ന പേര് യെരൂശലേമിന്റെ വീഥികൾ ഒരു പാട്ടായിട്ട് മാറി. സ്ത്രീകൾ ഗാനപ്രതിഗാനമായിട്ട് പാടാൻ തുടങ്ങി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. കാരണം ദൈവത്തിന്റെ വിലയേറിയ കൃപ, ആ പ്രാപ്തി, ആ ധന്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിന് ആ വിലയേറിയ കൃപകൾ പ്രാപിപ്പാനായിട്ട് സാധിച്ചു. പ്രിയരെ, ഒരു മല്ലനെ നേരിടുവാൻ നമുക്ക് ആവശ്യമായിട്ടും ഈ 4 പ്രധാന കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കായിരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മിലേക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം, ഒരു സമർപ്പണം വേണം. ലോകപ്രകാരം യോഗ്യതകളില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രാപ്തനായി കാണട്ടെ. അതിനു മുമ്പാകെ ഒരു സമർപ്പണം വേണം. പിതാവിനാൽ ഐക്യപ്പെട്ടവർക്കാണ് ജയമുള്ളത്. വി മസ്റ്റ് ബി ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവഗീതത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടേതായിരിക്കുന്ന ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുവാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവമേ, ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിനക്ക് ഹിതമല്ലാത്തതോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് അതിനെ ഒന്ന് മാറ്റി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതായിട്ട് തീരുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്, നമുക്കൊരു ധൈര്യം ആവശ്യമാണല്ലോ. ദാവീദ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു. ആയതിനാൽ ഫെലിസ്ത്യനെ കണ്ട് അവൻ്റെ വാക്ക് കേട്ടു, എന്നാൽ ഓടിയില്ല. കാരണം ഫെലിസ്ത്യനേക്കാൾ വലിയവൻ തന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോട് ഉറച്ചു നിന്നു. മൂന്നാമതൊരു കോൺഫിഡൻസ്. യഹോവ തന്നെ സഹായിക്കുവാൻ ശക്തനാണെന്ന് കഴിഞ്ഞകാല സാഹചര്യങ്ങൾ, ദൈവം നടത്തിയ വഴികളെ ഓർത്തപ്പോൾ ദാവീദിന് മനസ്സിലായി. ആശയറ്റ സ്ഥാനത്ത് താങ്ങി നടത്തിയ ദൈവം, ഇന്നും പരിപാലിക്കുന്ന ദൈവം, ആ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. വിത്ത് ഗോഡ് വി വിൽ ഓവർകം. ദൈവത്താൽ ഞാൻ ഇതിനെ മറികടക്കും, ദൈവത്താൽ ഞാൻ ഇതിൽ നിന്ന് വിജയം കൊണ്ടാടുമെന്ന് ദാവീദിന് ആ ഉറപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചാൽ, എടുത്താൽ ദുരിതവസ്ഥയിൽ എതിർക്കുവാനും ഉറച്ചു നിൽക്കുവാനും സാധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ ആ ഉറപ്പ് നാമും പ്രാപിക്കണം. നാലാമതൊരു സെലിബ്രേഷൻ, ഒരു ആഘോഷം. തൻ്റെ ഭുജം കൊണ്ടല്ല വിജയം നേടിയത്, ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ. ഇത് ഒരു ദൈവിക വിജയമാണ്. മഹത്വം ദൈവത്തിന് കൊടുക്കണം. സകല സ്തുതിയും മാനവും മഹത്വവും ദൈവത്തിന് മാത്രം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം മുൻപാകെ നമ്മെ സമർപ്പിക്കാം. ദൈവം ധാരാളമായിട്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വചനപ്രകാരം പോലെ സമർപ്പിക്കപ്പെട്ടവരായിട്ട്, ധൈര്യമുള്ളവരായിട്ട്, ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. എങ്കിൽ നമുക്കൊരു സെലിബ്രേഷൻ ഉണ്ടെന്നുള്ള, ഒരു ആഘോഷം ഉണ്ടെന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. നമ്മെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരാരാധനയിൽ കൂടെ നമുക്ക് സംബന്ധിപ്പാൻ ദൈവം കൃപ വന്നല്ലോ. അതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, താവേ, ഞങ്ങൾക്ക് ഇന്ന് അങ്ങേ ആരാധിപ്പാൻ തന്ന വിലയേറിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സാഹചര്യം കർത്താവെ പ്രതികൂലമാണെങ്കിലും, ചുറ്റുപാടും ഞങ്ങൾ കർത്താവെ പ്രതികൂലമാണെങ്കിലും, ഞങ്ങളെ ഓൺലൈനായിട്ട് ഇന്നത്തെ ആരാധനയിൽ സംബന്ധിപ്പാൻ ഒരുക്കിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. താവേ, അങ്ങ് ഞങ്ങളോട് പാട്ടിൽ കൂടെയും വചനത്തിൽ കൂടെയും ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. താവേ, ഇന്ന് രാത്രി അങ്ങയുടേതായ കൃപയാൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ബലഹീനർക്ക് അങ്ങ് ശക്തി പകരുന്ന ദൈവമാണല്ലോ. അശക്തന്മാർക്ക് ശക്തി പകർന്നു കൊടുക്കുകയും ബലം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. അതൊക്കെയും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് എൻ്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. താവേ, ഞങ്ങളെ തുടർന്ന് അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ഈ സാഹചര്യങ്ങളൊക്കെ മാറണം. ഈ പ്രതികൂലങ്ങളൊക്കെ മാറി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ തക്കോണം വഴികളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വഴി അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ വഴിയായി ഇറങ്ങുന്ന ഒരു കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തിയാട്ട് കർത്താവേ, ഈ രാത്രി കർത്താവേ ഞങ്ങൾക്ക് സുഖകരമായ നിദ്രയും തന്ന് നാളെ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അനുവദിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ട്, എല്ലാ നന്മകളാലും നിറച്ചാട്ട്. ആരെങ്കിലും പ്രയാസത്തിലുണ്ടെങ്കിൽ അവരെ ബലപ്പെടുത്തിയാട്ട് കർത്താവ് ഈ രാത്രി അവരോട് സംസാരിച്ചാട്ട്. പ്രാർത്ഥന കേട്ട കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടസ്വരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. യഹോവ
യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുവൻ നിങ്ങളെ പ്രകാശിപ്പിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുവൻ നിങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ സംസർഗവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് ആരാധനയിൽ സംബന്ധിച്ചവരോടും എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഒന്ന് നീക്കുണ്ടായിരിക്കുമാറാകട്ടെ.